മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയിൽ ഗ്രീൻ പാലസ് എന്നൊരു ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം സംഘടിപ്പിച്ചവരെന്നോട് പറയുകയുണ്ടായി, മിക്കവാറും ഹാള് നിറച്ചും പാർട്ടി പ്രവർത്തകരായിരിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളുമായിരിക്കും ഓഡിറ്റോറിയത്തിൽ ഫുള്ളായിട്ടുണ്ടാവുക എന്നറിയിച്ചു. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ക്ലാസ് ആരംഭിച്ച സമയത്ത് രണ്ടാമത്തെ നിരയിലിരുന്ന കുറേ യുവാക്കൾ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പ്രഭാഷണമെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ചോദ്യം ചോദിച്ചോളാം. അവരുടെ ചോദ്യം ഇതായിരുന്നു. അന്നത്തെ എൻ്റെ വിഷയം ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്നതായിരുന്നു എൻ്റെ വിഷയം. അവരുടെ ചോദ്യം ഭഗവത്ഗീതയിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നായിരുന്നു. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഞാൻ പറഞ്ഞു, ഭഗവത്ഗീതയിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഡെഫനിഷൻ, നിർവചനം പോലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പ്രഭാഷണം ആരംഭിച്ചാൽ മതി എന്ന് ഒരു വെല്ലുവിളി പോലെ അവർ പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, മനുഷ്യരെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ. ഒന്ന് സാത്വികമായ ഗുണമുള്ളവർ, നന്മ നിറഞ്ഞ ഗുണമുള്ളവർ. നന്മ നിറഞ്ഞതും ശാന്തവുമായ. രണ്ട് രാജസിക ഗുണമുള്ളവർ, വീരശൂര പരാക്രമികൾ. മൂന്ന് താമസികമായിട്ടുള്ള ഗുണമുള്ളവർ. അത് തിന്മകളും നന്മകളുമെല്ലാം ഇടകലർന്ന കൂടുതൽ തിന്മകളുള്ള വ്യക്തികൾ. അതിൽ തിന്മകളുള്ള വ്യക്തികളുടെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ നിർവചനമല്ല, താമസിക സ്വഭാവമുള്ളവർ. തിന്മയാവണം നിർബന്ധമില്ല. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹേതുകം എന്നൊരു വരിയുണ്ടെന്ന് ഞാൻ തലശ്ശേരിയിലെ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു. അസത്യം, അർത്ഥം സത്യം എന്നൊന്നില്ല. അപ്രതിഷ്ഠം, ധർമ്മം എന്നൊന്നില്ല. ജഗത് അനീശ്വരം, ഈ ഭൂമിയിൽ ഈശ്വരൻ എന്നൊന്നില്ല. തേ ആഹു, അവർ പറയും. താമസിക ഗുണമുള്ളവർ പറയും സത്യം എന്നൊന്നില്ല, ധർമ്മം എന്നൊന്നില്ല, ഈ ലോകത്തിൽ ഈശ്വരൻ എന്നൊന്നില്ല. അപരസ്പര സംഭൂതം, അപരസ്പര സംഭൂതം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ നിന്നുത്ഭവിച്ചതാണിത്. കിമന്യത് കാമഹേതുകം, മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിൽ ശാശ്വതമായിട്ടില്ല എന്ന് അവർ പറയുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഇന്നലെ മുറ്റിപ്പൊളച്ച ചില ചിന്തകരെന്ന് പറയുന്ന, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാക്കിയതല്ല. 51 നൂറ്റാണ്ട് മുമ്പ് തന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഇന്നത്തെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും എല്ലാം വിവരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞതോടുകൂടി രണ്ടാമത്തെ നിരയിലിരിക്കുന്ന യുവാക്കൾ പിന്നെ ഒരക്ഷരവും പറയാതെ ശാന്തമായിട്ട് 2.5 മണിക്കൂറിൻ്റെ പ്രഭാഷണം കേട്ട് നേരെ ഞാൻ നിന്ന സ്റ്റേജിലേക്ക് കയറി വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുക ചെയ്തത്. ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ കാരണം, ഇന്നത്തെ മാതൃഭൂമിയിൽ പത്രങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് നടക്കുന്ന പ്ലീനത്തിലെ തിരുവചനങ്ങൾ കേട്ടു. ഗണപതി ഹോമം വീട്ടിൽ നടത്തരുത്, അമ്പലത്തിൽ പോകരുത്, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത്, എന്നാൽ ഉത്സവത്തിന് പോകാം, ചെണ്ടമേളവും ബാക്കിയുള്ളതെല്ലാം കാണാനും കേൾക്കാനും പോകാം,
അമ്പലത്തിലെ ഭാരവാഹികളാകാം, പക്ഷെ തൊഴരുത്, വീട്ടിനകത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പാടില്ല. ഇങ്ങനെയുള്ള ഒരു 100 കൽപ്പനകൾ ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളായ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ബാധകമല്ല. കാരണം അതിൽ ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾക്കും ഇത് ബാധകമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമാണ് ബാധകം. ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോയി. ഈ ഭഗവത്ഗീതയിലെ വരി പറഞ്ഞ് കുറേ കാര്യങ്ങൾ ലോകത്തിലെ കുറിച്ച് പറയണമെന്ന് കുറച്ചു കാലം മുമ്പ്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ചൈനയിൽ പോയിട്ട്, അവിടെ കമ്മ്യൂണിസം എന്നുള്ളൊരു സാധനം കടുക് ഇട പോലും ഇല്ല. ക്യാപിറ്റലിസത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. അമേരിക്കയുടെ കമ്പനികൾ എവിടെ ലോകത്തിലുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ മുഴുവനും ചൈനയിൽ നോക്കിയാൽ മതി. അവിടെയുള്ള ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസം മടുത്ത് ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രാർത്ഥിക്കുന്ന കാഴ്ച ഗോപാലകൃഷ്ണൻ നേരിട്ട് കണ്ടു. തൊഴിലാളി വർഗക്കാർക്കും അധ്വാനിക്കുന്നവരും ഒന്ന് മുഷ്ടി ചുരുട്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ടിയാനൻമെൻ സ്ക്വയറിൽ വെടിവെച്ച് വീഴ്ത്തിയ 10,000ങ്ങളുടെ ദീനരോധനം ടിയാനൻമെൻ സ്ക്വയറിൽ 2 മണിക്കൂർ ഞാൻ ഇരുന്ന് കണ്ടു. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് കൺട്രിയാ, അത് ഇന്നും പിച്ചച്ചട്ടിയുമായിട്ട് സൗത്ത് കൊറിയയുടെ മുമ്പിൽ പോകുന്നത് കാണാം. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും, അതിൽ ഒരെണ്ണം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പിച്ചച്ചട്ടിയുമായിട്ട് എടുത്ത് ആദ്യം മുദ്രാവാക്യം വിളിച്ചത് ജർമ്മൻ വൻമതിലുകൾ തകർക്കണം, കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. അപ്പുറത്ത് വെസ്റ്റ് ജർമ്മനിയിൽ പോയിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ, കമ്മ്യൂണിസത്തിന്റെ പരമകാഷ്ഠയിൽ നമ്മൾ പറയാറില്ലേ, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇതിന് ഇംഗ്ലീഷിലൊരു വാക്ക് വേണമെങ്കിൽ പറയാം, അതിനെ മലയാളത്തിലേക്ക് മാറ്റിയാൽ മാങ്ങാ തൊലി, തേങ്ങാക്കൊല എന്നൊക്കെ പറയുന്ന മാതിരി. ആ കമ്മ്യൂണിസത്തിന്റെ പരമകാഷ്ഠയിലുള്ള ക്യൂബയിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ദാരിദ്ര്യമുള്ളവരുള്ളത്. കമ്മ്യൂണിസത്തിന്റെ ചങ്ങലയിലിരുന്ന 22 രാജ്യങ്ങളിൽ USSR തകർന്ന് തരിപ്പണമായിട്ട് 16 രാഷ്ട്രങ്ങളായി മാറി. അവിടെയുള്ള ജനങ്ങളെല്ലാം യൂറോപ്പിൽ, ഞാൻ MBAക്ക് എടുത്തൊരു തീസിസ് അതായിരുന്നു, യൂറോപ്പിൽ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രവഹിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട ഈ 17 രാജ്യങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്യുന്നത്. കമ്മ്യൂണിസം ഒരു 100 കൊല്ലത്തിനടുത്തുള്ള ചരിത്രം വന്ന് അവരെല്ലാം മാറി. എന്നിട്ടും നമ്മൾ മാറിയില്ല. 185 വർഷങ്ങൾക്ക് മുമ്പ് കാറൽ മാർക്സ് എഴുതിയ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പാലക്കാട് പ്ലീനത്തിലെ ജനങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ, ഗണപതി ഹോമം പാടില്ല എന്നൊക്കെ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോയി. ആരാധ്യനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പഴനി അമ്പലത്തിലേക്ക് പോയത് എന്തിനാണെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ കൃഷ്ണൻകുട്ടി, എറണാകുളത്തെ TDM ഹാളിലെ സെക്രട്ടറി ആയിരുന്നു അനവധി കാലം, ഇപ്പോഴും അദ്ദേഹം എറണാകുളത്തുണ്ട്. അദ്ദേഹം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ പഴനി അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്ന കാഴ്ച കണ്ട് പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ കൃഷ്ണൻകുട്ടി നായരെന്ന് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ശ്രീ കൃഷ്ണൻകുട്ടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാടോട് ചോദിച്ചു, അങ്ങെന്താ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചത്? ഞാൻ അമ്പലം വെറുതെ കാണാൻ വന്നത്, അന്തർജനത്തിന് വേണ്ടിയാ വന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. അവനവന്റെ അന്തർജനത്തെ പോലും മാറ്റാൻ സാധിക്കാത്ത ഒരു വ്യക്തി ലോകത്തിൽ മറ്റുള്ളവരെ മാറ്റാൻ പറ്റുമോ? EK നായനാരുടെ ഭാര്യ എന്നും അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാ, അവരെ മാറ്റാൻ EK നായനാർക്ക് സാധിച്ചിട്ടില്ല. ആ EK നായനാരാണ് ഭഗവത്ഗീത പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകം അല്ല കൊണ്ടുപോയി കൊടുത്തത്. ആ EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് രാവിലെ 3 മണിക്ക് ഈ കേരളത്തിലെ പുതിയ നിയമസഭാ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 3 മണിക്ക് വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ഗണപതി ഹോമം നടത്തിച്ചത്. അത് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ല. മാത്രമല്ല, ഈ ആരാധ്യനായ EK നായനാരുടെ കുടുംബാംഗങ്ങൾ മുഴുവനും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരാണ്. അവനവന്റെ സഹോദരന്മാരെ പോലും മാറ്റാൻ പറ്റാത്ത ഇവര് ലോകത്തിൽ ഗണപതി ഹോമം നടത്തരുത്, മന്ത്രം ചൊല്ലരുത് എന്നൊക്കെ പറഞ്ഞാൽ ലോകം സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരാധ്യനായ അച്യുതാനന്ദൻ സാറ് ശിവഗിരി തീർത്ഥാടനത്തിന് പോയില്ലേ? അവിടെ ചെന്ന് ശാരദാദേവിയുടെ മുമ്പിൽ വെച്ച് തൊഴുതില്ലേ? കൈരളി ചാനലിൽ ദീപാരാധന തട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ആരാധ്യനായ അച്യുതാനന്ദൻ സാർ കൈകൊണ്ട് തൊഴുന്നൊരു കാഴ്ച ഞാൻ നേരിട്ട് കാണുകയുണ്ടായി കൈരളി ചാനലില്. അപ്പൊ അദ്ദേഹത്തിനും ഈ വിലക്ക് ബാധകമാണോ? യഥാർത്ഥത്തില് എത്രയെല്ലാം ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്
ഈ ലോകത്തില് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതെ അത് ചൂലുകൊണ്ടടിച്ച് ചാണകവെള്ളം തളിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ബംഗാളിൽ അതുണ്ടോ? 33 വർഷം ഇപ്പൊ അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് കേരളത്തിൽ പോലും അതില്ല. ഇന്ന് ത്രിപുരയില് ഒരു ചെറിയ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആ ഒരു സംഘടന ഇന്ന് ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന പേര് ഇല്ലാതെയായതിനെ തടുത്തു നിർത്തിയിട്ട് അവർക്ക് ദേശീയ പാർട്ടി എന്ന പേര് കൊടുക്കണം എന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയിയാണ്. അല്ലായിരുന്നെങ്കിൽ അന്ന് പോയേനെ ദേശീയ പാർട്ടി എന്ന പേര് പോലും. അങ്ങനെയുള്ള കമ്മ്യൂണിസത്തിന്റെ ആധികാരിക വക്താക്കള് ഏതാണ്ട് 3800 ഫ്ലക്സ് അടിച്ച് അത്രയും പോസ്റ്റർ അടിച്ച് ഏറ്റവും റിച്ച് ആയിട്ടുള്ള പാർട്ടിക്കാർ നടത്തുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് പ്ലീനം നടത്തിയപ്പോ അതിൽ ഹിന്ദു ധർമ്മത്തിനെതിരെ മാത്രം പറയാനേ അവർക്കെല്ലാവർക്കും നാക്ക് പൊങ്ങിയുള്ളൂ. ബാക്കി ഇസ്ലാമിനും 17 കോടി ആടുകളെ കൊല്ലുന്ന ബക്രീദിനെതിരെ പറഞ്ഞിട്ടില്ല. അതിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വെഞ്ചരിപ്പിനും മാമോദീസ മുക്കലിനും കല്യാണത്തിനും അന്തി ഉറങ്ങാനും പള്ളിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ പള്ളിയിൽ തന്നെയാണ് നടത്തുക. വിവാഹ ചടങ്ങുകൾ ദൂർത്ത് ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. വളരെ നല്ലൊരു സജഷനാണ്. ആഡംബരങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇത്രയും തിന്മ നിറഞ്ഞതാണ് എങ്കിൽ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വടകരയിൽ പോയിരുന്നു, കോഴിക്കോട് പോയിരുന്നു. പല സ്ഥലത്തും പ്രഭാഷണത്തിന് അസാധാരണമായ തിരക്ക്. ലോകനാർക്കാവിൽ ഉൾപ്പെടെ കോരിച്ചൊരിയുന്ന മഴയായിട്ടും ആയിരക്കണക്കിന്, 10,000 എന്ന് പറയുന്നത് ശരിയല്ല, ആയിരക്കണക്കിന് വ്യക്തികൾ ഒരു ഫ്ലക്സ് പോലും വെക്കാതെ ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു നോട്ടീസിന്റെ ഓർമ്മയുടെ അടിസ്ഥാനത്തില് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നവരിൽ 75% കൂടുതൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും നിരീശ്വരവാദികളുമാണ്. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ഒന്നും അറിഞ്ഞൂടാ, അവര് തന്നെ പറഞ്ഞതാ. അതിൻ്റെ അർത്ഥം അണികൾ മാറുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് എങ്ങനെയാണോ ഭാര്യയ്ക്ക് വേണ്ടി പഴനിയിലേക്ക് പോകേണ്ടി വന്നത്, എങ്ങനെയാണോ ആരാധ്യനായ EK നായനാരുടെ ഭാര്യ അമ്പലത്തിൽ ചെന്ന് പൂജൂടി വരുന്നത്, എങ്ങനെയാണോ ഇവരുടെ നേതാക്കന്മാരെല്ലാം അതിഗംഭീരമായിട്ട് ഹിന്ദു ധർമ്മം അനുഷ്ഠിക്കുന്നത്. ജ്യോതി ബസുവിന്റെ മക്കളും മക്കളുടെ മക്കളും പഠിക്കുന്നത് RSSന്റെ വിദ്യാലയത്തിലാണ്. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാര് ചികിത്സയ്ക്ക് പോകുന്നത് മുഴുവനും മാതാ അമൃതാനന്ദമയുടെ എടപ്പള്ളിയിലുള്ള ആശുപത്രിയിലാണ്. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക, എവിടെ നിൽക്കുന്നു ഈ പത്രമാധ്യമങ്ങളിലൂടെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദമോ ഭൗതികവാദമോ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അടിത്തട്ടിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുക. യുവാക്കൾ എവിടെ നിൽക്കുന്നു? ഇഷ്ടംമാതിരി യുവാക്കളാണ് ഇന്ന് അമ്പലങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഹിന്ദു ധർമ്മം പഠിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാം മുമ്പോട്ട് വന്ന യുവാക്കളിൽ പലരും SFIയുടെയും DYFIയുടെയും CPMന്റെയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവര്. ഒരു അറേബ്യൻ കഥയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസന്റെ ഒരു സിനിമയോ ഉണ്ട്. ഒന്ന് സൗദി അറേബ്യയിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പോയിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു വന്നാൽ അടുത്ത ദിവസം അവർ BJPക്കാരാവും. അവിടെ എത്തിയ അടുത്ത ദിവസം RSSകാരായി മാറും. കാരണം യഥാർത്ഥ ഇസ്ലാമിന്റെ കഥ, യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം, യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രവർത്തനം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇവിടെ ഹിന്ദുവിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അതുപോലെ താറടിച്ച് കാണിക്കാനും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, അധികാരത്തിന്റെ കുറേയധികം തണലുമുള്ളത് കൊണ്ട്, ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ഉള്ളത് കൊണ്ട്, ഒരു ഏറ്റവും അധികം സമ്പന്നമായ ഒരു പാർട്ടിയുടെ അംഗത്വവും ഉള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും ഇവിടെ പറയാം. ഇവരെല്ലാം ഒന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഓരോ ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ ചെന്നൊന്ന് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാ സെൽവരാജ് CPM വിട്ടത്, എന്തുകൊണ്ടാ രണ്ടത്താണി CPM വിട്ടത്, എന്തുകൊണ്ടാ മുസ്ലിങ്ങൾ പകല് CPMും രാത്രി NDF ആവുന്നത്. ഓരോ ക്രിസ്ത്യാനിയും CPM വർക്കേഴ്സ് പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിലെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ശബരിമല സീസണില് ഈ അച്ഛന്മാരും പാർട്ടിക്കാരും ഒരുമിച്ച് ചേർന്നൊരു ഹർത്താല് ആചരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്, അതല്ലെങ്കിൽ സരിതയ്ക്കെതിരെ, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ.
ഇപ്രാവശ്യം വേറെ ഏതോ ഒരെണ്ണത്തിന് കസ്തൂരി രംഗൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പേരില് അത് അപ്രൂവ് ചെയ്തവർ തന്നെയാണ് ശബരിമലയിലേക്ക് കേരളത്തിലെ പുറത്തു നിന്ന് ആൾക്കാർ വരാതിരിക്കാൻ, ഇവിടെ ഹർത്താലാണ്, ഭക്ഷണം കിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും അധികം പൈസ ചെലവഴിച്ച് ആവശ്യമില്ലാത്ത ഉടക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒരു ഹർത്താല് ഇപ്രാവശ്യം ഇടതുപക്ഷക്കാർ നടത്തിയതിൻ്റെ പുറകില് ആ കസ്തൂരി രംഗൻ കമ്മിറ്റിയോടുള്ള എതിർപ്പല്ല. രണ്ട് അച്ഛന്മാരുണ്ട്, താമരശ്ശേരി അച്ഛനും ഇടുക്കിയിലെ അച്ഛനും വയനാട്ടിലെ അച്ഛന്മാരും എല്ലാം കൂടി ചേർന്ന് ഇവിടെ നക്സലൈറ്റുകളെ വളർത്തരുത്, മാവോവാദികളായി തീരും, ഇവിടെ കത്തും, ഇവിടെ എരിയും, ഇവിടെ ചുട്ടുകളയും എന്നൊക്കെ പറഞ്ഞപ്പോ ആ അച്ഛന്മാരുടെ കൂട്ടത്തിൽ നിന്നാൽ പകുതി MLA-ക്കാളും 3 MLA എങ്കിലും കൂടുതൽ കിട്ടുമെന്ന ധാരണയിൽ ആയിരുന്നു ഇവര് അതിൻ്റെ കൂട്ടത്തിൽ, അച്ഛന്മാരുടെ കൂട്ടത്തിൽ ചേർന്നത്. അപ്പൊ അച്ഛന്മാരുടെ കൂട്ടത്തിൽ ചേരാം, മൗലവിമാരുടെ കൂട്ടത്തിൽ ചേരാം, ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുഷ്ഠിക്കാം, മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കാം, ഹജ്ജിന് പോകാം, പള്ളിയിൽ പോകാം, അന്നൈ വേളാങ്കണ്ണി ക്ഷേത്രത്തിലേക്കോ പള്ളിയിലേക്കോ പോകാം, അച്ഛന്മാരുടെ തിരുസന്നിധിയിലേക്ക് പോകാം. ഹിന്ദുക്കളുടെ ഗണപതി ഹോമം പാടില്ല, ഹിന്ദുക്കളുടെ ക്ഷേത്രം വളരാൻ പാടില്ല, ഹിന്ദുക്കളുടെ വേദമന്ത്രങ്ങള് സവർണരുടേതായിരുന്നു എങ്കിൽ ഇപ്പൊ പഠിച്ചൂടെ? സവർണർ അതിനൊന്നും എതിർക്കുന്നില്ലല്ലോ. ഹിന്ദുക്കളുടെ പൂജ കർമ്മങ്ങള് ഇപ്പൊ പഠിച്ചൂടെ? വാശി വെച്ചിട്ടാണെങ്കിലും പഠിച്ചൂടെ? ഒരു നമ്പൂതിരി എതിർക്കാൻ വരില്ല, ഒരു എമ്പ്രാന്തിരിയും എതിർക്കാൻ വരില്ല. നിങ്ങൾ ഏത് വേദം ചൊല്ലിയാലും, ഏത് സംസ്കൃതം പഠിച്ചാലും, ഏത് പൂജ പഠിച്ചാലും ഇവിടെ ഒരൊറ്റ ആള് പോലും എതിർക്കാൻ വരില്ല. അങ്ങനെ എതിർക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തില്, എതിർപ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ചവര് തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചവർക്ക് അന്നത്തെ വാശിയും പകയും തീർക്കാൻ ഇന്ന് വേദം പഠിച്ചൂടെ? പൂജ പഠിച്ചൂടെ? ആരാധ്യനായ ഇടതുപക്ഷ ചിന്തകനായ MT വാസുദേവൻ നായർ ജന്മദിനം ആഘോഷിച്ചത് മൂകാംബി ക്ഷേത്രത്തിലാണ്. ONV കുറുപ്പ് ക്ഷേത്രത്തിൽ നിരന്തരം ദർശനം നടത്തുന്ന CPM-ന്റെ പേരിൽ ഇലക്ഷന് നിന്ന ആളാണ്. അടുത്ത കാലത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർ 98-ാമത്തെ വയസ്സിൽ അദ്ദേഹം കട്ടിലിൽ കിടക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. ഒത്തിരി പേര് അദ്ദേഹത്തെ അനുമോദിക്കാൻ വന്നപ്പോ നെറ്റിയിൽ ചന്ദനം, നെറുകെ കുങ്കുമം, പട്ട് വസ്ത്രം, ശരിക്കുള്ള പൂണൂല്. ജസ്റ്റിസ് കൃഷ്ണയ്യർ CPM മന്ത്രിസഭയുടെ ആരോ ആയിരുന്നു എന്നാ കേട്ടിരിക്കുന്നത്. മാറി, എല്ലാവരും മാറും, മാറാതിരിക്കില്ല. CPM-ലേക്ക് വരുന്ന KR ഗൗരിയമ്മ ഇപ്പോ ചക്കുളത്തുകാവിലെ സ്ഥിരം നാരീപൂജയുടെ പാർട്ടിയാണ്. അവരെല്ലാ അമ്പലങ്ങളിലേക്കും പോവാറുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയിട്ട് പായസം കഴിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പായസം കഴിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി മറ്റൊന്നിലും കിട്ടില്ല എന്ന്. ഞാൻ വെറുതെ ആലോചിച്ചു പോയി, ഒരു 10 രൂപ കൊടുത്താൽ AKG സെന്ററിൽ പായസം ഉണ്ടാക്കിക്കൂടെ? എന്തിനീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി കഴിച്ചു? 10 രൂപ കൊടുത്താൽ പോരെ AKG സെന്ററിൽ ഒരു പായസം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കപ്പ് പായസം പുറത്തുനിന്ന് വരുത്തി കഴിക്കാനോ? അപ്പൊ ഇവരെല്ലാം മാറി, മാറാതെ കുറെ പേര് നിൽക്കുന്നു. ആരാധ്യനായ പിണറായി വിജയൻ സാറ് ചെമ്പഴന്തിയിൽ വന്ന് അവിടുത്തെ സ്വാമിയെ കണ്ടു പറഞ്ഞു, ഈ ചെമ്പഴന്തിയിലെ ആശ്രമം അത് വിപുലമാക്കണം, അതിനെ ചുറ്റുപാടുമുള്ള സ്ഥലം അക്വയർ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് തരികയാണെങ്കിൽ നമുക്കത് നോക്കാം. അവിടുത്തെ സ്വാമിയാ എന്നോട് പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയതല്ല. അതെന്താ? ഈഴവനായതുകൊണ്ടാ? ശ്രീനാരായണ ഗുരുദേവൻ ഈഴവനായതുകൊണ്ടാണോ? അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ ഈഴവനാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഈഴവൻ വന്ന് വേറൊരു ഈഴവനെ ഉയർത്തണോ? ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, ആ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ അച്യുതാനന്ദൻ സാറും പിണറായി വിജയൻ സാറും വരുമ്പോൾ ഒരു ചോദ്യം, ഈ നാരായണ ഗുരു ആരുടെ സന്യാസിയായിരുന്നു? ക്രിസ്ത്യാനികളുടെ ആയിരുന്നോ? അല്ല മുസ്ലിങ്ങളുടെ ആയിരുന്നോ? അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആയിരുന്നോ? അദ്ദേഹം എഴുതിയ 61 രചനകളില് ഒരെണ്ണം പോലും ക്രിസ്തുവിനെ കുറിച്ചില്ല. ക്രിസ്തു എന്നൊരു വാക്ക് ഒരെണ്ണത്തിലുണ്ട്, അനുകമ്പാദശകത്തില്. മുത്തുനബി എന്നൊരു വാക്കും അനുകമ്പാദശകത്തിലുണ്ട്. അത് ഇത്രയും അധികം 61 രചനകളില് ഒരു ചെറിയ കവിതയിലെ അല്ലെങ്കിൽ കീർത്തനത്തിലെ 2 വാക്കുകളാണ്. അദ്ദേഹം കുരിശ് പ്രതിഷ്ഠിച്ചിട്ടൊന്നുമില്ല. ചന്ദ്രക്കലയും നക്ഷത്രവും പ്രതിഷ്ഠിച്ചിട്ടില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രവും പ്രതിഷ്ഠിച്ചിട്ടില്ല. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല,
ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോകുമെന്ന് അവിടെയുള്ള തീയര് നാരായണ ഗുരുദേവനോട് പറഞ്ഞത് ക്ഷേത്രത്തെ നിർമ്മിച്ചു കൊള്ളുമെന്നാണ്. ഗുരുദേവനാ ഒരു ഭണ്ഡാരം പുറത്തു വെച്ചത്. ആ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കിയത്. അത് ഹിന്ദുവിന്റെ ക്ഷേത്രമാണ്. അതിനകത്ത് കുരിശും ചന്ദ്രക്കലയൊന്നും മതേതരത്വം കാണിക്കാനൊന്നും വെച്ചിട്ടില്ല. ആ നാരായണ ഗുരുദേവൻ മഞ്ഞ വസ്ത്രവും ഉടുത്ത്, ആ മഞ്ഞ വസ്ത്രത്തിനും ഗുരുദേവൻ ഒരു ഡെഫിനിഷൻ നൽകിയിരുന്നു. ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗവുമുള്ള മഞ്ഞ വസ്ത്രമായിക്കോട്ടെ എന്നാ പറഞ്ഞത്. അപ്പോ നാരായണ ഗുരുവിനെ ആരാധിക്കാം. പണ്ട് ആരാധ്യനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് വിവേകാനന്ദൻ എന്നും, അതുകൊണ്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ സ്ഥാപിക്കാൻ ഒരൊറ്റ പൈസ കേരള ഗവൺമെന്റ് തരില്ലെന്നും മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. അതേ EMSന്റെ അനുയായികള് DYFIക്കാരും SFIക്കാരും CPMക്കാരും കേരളത്തിൽ ഉടനീളം സമ്മേളനം നടത്തിയപ്പോ 3/4 ഫ്ലക്സും വിവേകാനന്ദനെ കുറിച്ചായിരുന്നു. ഹിന്ദു സന്യാസിയല്ലേ അദ്ദേഹം? ക്രിസ്ത്യാനികളോട് ഉയർത്തെഴുന്നേൽക്കാൻ പറഞ്ഞിരുന്നു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ളത് ബൈബിളിലെ വരിയല്ല, അത് കഠോപനിഷത്തിലെ വരിയ. യമധർമ്മരാജാവ് നചികേതസിന് കൊടുത്തതാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തില് ഹിന്ദു ധർമ്മത്തിനും ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ എന്തു പറഞ്ഞാലും ശരി. ഒരു ചെറിയ സംഭവം, കേരള ക്ലബ്ബ് ഡൽഹിയിലുണ്ടായിരുന്നു, യുക്തിവാദികളുടെ ഒരു സമ്മേളനം. ആ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ എന്നെ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ ഒരാളെന്നെ എടുത്തു വന്ന് പറഞ്ഞു, ഗോപാലേഷ, തൻ്റെ തൊലി ഉരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചിട്ട് പ്രഭാഷണം നടത്തുന്നത്. അതിൽ ഏറ്റവും മുമ്പിലിരിക്കുന്നത് ഇടമറക് സാറാണ്, ശ്രദ്ധിച്ചു വേണം വല്ലതും പറയാമെന്ന്. ഞാൻ അയാളോട് തിരിച്ചു പറഞ്ഞു, ഈ നാടിൻ്റെ പൈതൃകം ഞാൻ പഠിച്ച ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോൾ ഇവർ അംഗീകരിച്ചാൽ എനിക്കെന്താ, അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കെന്താ, എൻ്റെ തറവാട്ടിലെ സ്വത്തൊന്നും അല്ലാതെ അവരുടെ പൂർവ്വപിതാമഹന്മാരുടെയും കൂടിയാണ് എന്ന് പറഞ്ഞ് 1 മണിക്കൂർ കൃത്യം ഭാരതീയ ആചാരത്തെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവയ്ക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആചാരങ്ങളുടെ ലിസ്റ്റിൽ വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഓംചീരി ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം എല്ലാവരെയും വിളിച്ചു, ഗോപാലേഷിന്റെ പ്രഭാഷണം കഴിഞ്ഞു, വേണമെങ്കിൽ വിമർശിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും പുച്ഛിക്കുന്നവർക്കും അവഹേളിക്കുന്നവർക്കും വെല്ലുവിളിക്കുന്നവർക്കും മൈക്കിൽ വന്നിട്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കാമെന്ന്. ഒരൊറ്റയാൾ വന്നില്ല. ഓംചേരി വീണ്ടും ഇടമറുകിനെ നിർബന്ധിച്ചു, അങ്ങെങ്കിലും എന്തെങ്കിലും ഒരു വരി പറയണമെന്ന്. ഓംചേരി സ്റ്റേജിൽ കയറി വന്ന് പറഞ്ഞ വരി ഗോപാലേഷിന്റെ അവസാനത്തെ ശ്വാസം വരെ മറക്കില്ല. എന്തായിരുന്നു പറഞ്ഞറിയോ? ഇപ്പൊ ഇയാള് പറഞ്ഞതൊക്കെയാണ് ഭാരതീയ ആചാരങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാനത് പ്രചരിപ്പിക്കാൻ വരാൻ തയ്യാറാണ്. അപ്പോ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെടാത്തവര് ഏതോ ഇസത്തിന് അടിയറ വെച്ച് അടിമകളെ പോലെ ജീവിക്കാൻ തുടങ്ങിയവരോട് എനിക്ക് പറയാനുള്ളത്, തുറന്ന് ചിന്തിക്കുക. ഹിന്ദു ധർമ്മത്തിനകത്തുള്ള അത്രയും ശാസ്ത്രീയത ലോകത്തിൽ ഒരിടത്തും ഇല്ല. എൻ്റെ ജീവന് നിങ്ങൾ വില കൽപ്പിക്കുമെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഏത് സദസ്സിൽ വന്നിട്ടും ഹിന്ദു ധർമ്മത്തിന്റെ ശാസ്ത്രവും ബുദ്ധിയും യുക്തിയും സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി നിങ്ങളുടെ ഏത് സദസ്സിലും വന്ന് വിവരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഏത് ചോദ്യത്തിനും ഏത് പുസ്തകത്തിലുള്ളതാണ് എന്നും ഉത്തരം പറയാൻ തയ്യാറാണ് എന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല, പ്രഭാഷണം നടത്തുന്ന വേദിയിൽ ഇടമറുക വേറൊരു സ്ഥലത്ത് അദ്ദേഹം ഇന്ത്യ വിഷനുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. ഈ ശബരിമലയിലെ മകരജ്യോതിസ് തട്ടിപ്പല്ലേന്ന്. അദ്ദേഹം എറണാകുളത്ത് നിന്ന് സംസാരിച്ചു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചു. ഇന്ത്യ വിഷനിൽ അന്നുണ്ടായിരുന്ന നികേഷ് എല്ലാം കോർഡിനേറ്റ് ചെയ്തപ്പോൾ ആ TV-യിൽ ഇദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എടാ ഗോപാലേഷ എന്ന് എന്നെ വിളിക്കാറുള്ളത്, നല്ലോണം ഞങ്ങൾ തമ്മിൽ അറിയാം. എടാ ഗോപാലേഷ, ഈ മകരവിളക്ക് മകരജ്യോതി എന്ന് പറയുന്നത് തട്ടിപ്പല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു, സർ എന്താ അതങ്ങ് തട്ടിപ്പാന്ന് പറയാൻ കാരണം? അത് മനുഷ്യനുണ്ടാക്കുന്നതല്ലേടോ ഗോപാലേഷ എന്ന് വീണ്ടും ചോദിച്ചു. ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു, ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാ, ആ ശ്രീകോവിൽ മനുഷ്യനുണ്ടാക്കിയതാ, 18-ാം പടി മനുഷ്യനുണ്ടാക്കിയതാ, 18-ാം പടിയിലെ പിച്ചള മനുഷ്യനുണ്ടാക്കിയതാ, അവിടുത്തെ പൂജാരി മനുഷ്യനാണ്, അവിടുത്തെ അസിസ്റ്റന്റുമാർ മനുഷ്യരാണ്, അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനുഷ്യരാണ്, അരവണ ഉണ്ടാക്കുന്ന മനുഷ്യരാണ്, സെക്യൂരിറ്റിക്കാർ മനുഷ്യരാണ്. അവർക്കെല്ലാവർക്കും മനുഷ്യരായിട്ട് അവിടെ നിൽക്കാം, പൂജിക്കാമെങ്കിൽ മകരജ്യോതി മനുഷ്യനുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? അങ്ങനെ ചോദിച്ച ചോദ്യമുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ചു ചോദിച്ചു, അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് അങ്ങയോട് ആരാ പറഞ്ഞേക്കണേ? ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഭാരതത്തില് ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും പണ്ഡിതനോ
മകര ജ്യോതിസ് ആകാശത്ത് നിന്ന് ഈശ്വരൻ ഇറങ്ങി വന്ന തീപ്പൊട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറയാത്ത ഒന്നിലേക്ക് എന്തിനങ്ങേ പോലെയുള്ളവർ നിഴൽ യുദ്ധം നടത്തുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്നായിരുന്നു ഇന്ത്യ വിഷനിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളോടും പറയുന്നു, ഹിന്ദു ധർമ്മത്തെ ഞാൻ ചെവി തുറക്കില്ല, കണ്ണ് തുറക്കില്ല, ഞാൻ ചർച്ച ചെയ്യില്ല, മനസ്സടച്ച് തന്നെ വെക്കും എന്ന് പറഞ്ഞ് ഈ ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും അവഹേളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കാലചക്രം തിരിയുമ്പോൾ ഐൻസ്റ്റീൻ്റെയും ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും കാറൽ മാർക്സിൻ്റെയും എല്ലാം പ്രതിമകള് നല്ല ക്രെയിൻ ഉപയോഗിച്ചാണ് റഷ്യയിൽ മാറ്റി കുഴിച്ചിട്ടത്. ഡെഡ് ബോഡി പോലും കുഴിച്ചിട്ടപ്പോൾ ഒരാള് പ്രതിഷേധിക്കാൻ അവിടെ ഉണ്ടായില്ല. എന്തേ കാരണം? ഒരു കിലോഗ്രാം ഉള്ളിക്ക് 1800 രൂപയ്ക്ക് തുല്യം വന്നു. ഒരു ഷൂസ് കിട്ടണമെങ്കിൽ 35-40 ദിവസം ക്യൂവിൽ നിൽക്കുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് മുദ്രാവാക്യം വിളിച്ചവര് ഭരിച്ച രാജ്യത്തില് ഒരു ഷൂസിന് -40 ഡിഗ്രി വരുമ്പോൾ ഒരു ഷൂസ് കിട്ടണമെങ്കിൽ 10-40 ദിവസം ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഏതായാലും കമ്മ്യൂണിസം കൊണ്ടൊരു രാഷ്ട്രവും രക്ഷപ്പെട്ടതായിട്ട് അറിയാൻ നമുക്ക് സാധിച്ചില്ല. കമ്മ്യൂണിസത്തിലെ നന്മകളും ഹിന്ദു ധർമ്മത്തിലെ നന്മകളും ഒന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളതിൽ 93-94% പേരും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് എതിർത്താൽ ഇതിനേക്കാൾ എത്രയോ തീവ്രമായ എതിർപ്പ് അനുഭവിച്ചിട്ടാണ് ഹിന്ദു ധർമ്മം വളർന്നത്. AD 995 മുതൽക്ക് മുഹമ്മദ് ഗസ്നിയും ഗോറിയും ഖിൽജിയും അടിമവംശവും തുഗ്ലക്കും തൈമൂറും അത് കഴിഞ്ഞ ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും അടിച്ച് കയറിയിട്ട് ഈ ധർമ്മത്തെ നശിപ്പിച്ചില്ലാതെയാക്കാൻ ശ്രമിച്ചു. അവരിവിടെ നിന്ന് പോയി നശിച്ചതല്ലാതെ ഈ രാഷ്ട്രം മരിച്ചില്ല. അതുകൊണ്ട് സംപൂജ്യരായ ഇടതുപക്ഷ നേതാക്കന്മാരോട് പറയുന്നു, ഭാരതം നശിക്കില്ല, സനാതന ധർമ്മം നശിക്കില്ല, ഹിന്ദു ധർമ്മം നശിക്കില്ല. ഇന്ന് അടിയൊഴുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഹിന്ദു ധർമ്മത്തിലേക്ക് നടക്കുന്നു. ഒരുപക്ഷെ അവര് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുമായിരിക്കാം, പ്രവർത്തിക്കുമായിരിക്കാം. പക്ഷെ ധാർമ്മികമായിട്ട് അവർ ഭാരതത്തിന്റെ പുത്രന്മാരായ സനാതന ധർമ്മത്തിന്റെ അവകാശികളായി തന്നെ നിലനിൽക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് പറയുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്, നശിപ്പിക്കുവിൻ ചട്ടങ്ങളെ എന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി ഓർമ്മിപ്പിച്ച് VT ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഞാൻ കഴുത്തിൽ പൂണൂലുള്ളവന്റെ പൂണൂല് പൊട്ടിച്ച് അവനെ താഴത്തേക്ക് കൊണ്ടുവന്നു. ശ്രീനാരായണ ഗുരുദേവൻ പൂണൂലില്ലാത്തവന്റെ കഴുത്തിൽ പൂണൂലിട്ട് അവനെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർത്തി. നാരായണ ഗുരു ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതല്ല ശരി എന്ന് അന്ത്യത്തിൽ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങൾ അന്ത്യത്തിൽ തിരിച്ചറിയുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെയും ONV കുറുപ്പിനെ പോലെയും MT വാസുദേവൻ നായരെ പോലെയും EK നായനാരെ പോലെയും അതുപോലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാരെ പോലെയും തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരത മാതാവ് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഊർജവും ശക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം, നമസ്കാരം.